സംസ്ഥാന വനം വകുപ്പ് മന്ത്രി ഷിബു ബേബി ജോൺ അവർകളാണ്. അദ്ദേഹത്തിൻ്റെ സമക്ഷമാണ് നമ്മൾ ഇങ്ങനെ ഒരു അഭിപ്രായം വയ്ക്കുന്നത്. ഈ അഭിപ്രായം സംസ്ഥാനത്തെ പരിസ്ഥിതി പ്രവർത്തകരുടെയും പരിസ്ഥിതി ആക്ടിവിസ്റ്റുകളുടെയും പരിസ്ഥിതി രംഗത്ത് പ്രവർത്തിക്കുന്ന ശാസ്ത്ര ഗവേഷകരുടെയും ഒക്കെ ഒരു അഭിപ്രായമായിട്ട് കൂടിയാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. വനം വകുപ്പിൻ്റെ പ്രധാന ജോലി വനസംരക്ഷണം തന്നെയാണ്, യാതൊരു തർക്കവുമില്ല. എന്നാൽ വനം എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന മലനിരകളിൽ നിൽക്കുന്ന വനങ്ങൾ മാത്രമല്ല, സൂക്ഷ്മ വനങ്ങളുടെ ഒരു സങ്കല്പത്തിലേക്ക് സംസ്ഥാനം പോകണം. കാരണം സൂക്ഷ്മ വന സങ്കല്പത്തിലേക്ക് പോകേണ്ടത് മിയാവാക്കിയെ പോലെ, ജപ്പാനിലുണ്ടായ മിയാവാക്കി ഫോറസ്റ്റുകളെ പോലെ ഒരു സൂക്ഷ്മ വന സങ്കല്പത്തിലേക്ക് പോകണം. ഇതിൻ്റെ ചില സൂചനകൾ കഴിഞ്ഞ ഗവൺമെൻറ് തുടങ്ങിയൊക്കെ വെച്ചെങ്കിലും അത് വേണ്ടത്ര മുന്നോട്ട് പോയിട്ടില്ല. സുഗതകുമാരി ടീച്ചറിൻ്റെ പേരിട്ടാൽ വളരെ സന്തോഷം. സൂക്ഷ്മ വനങ്ങൾ കേരളത്തിലാകെ ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിക്കണം. ഇത് പറയാനൊരു പ്രധാന കാരണം കുറ്റനാട് നിന്നുള്ളൊരു വാർത്തയാണ് ഞാൻ പറയുന്നത്. യാത്രക്കാർക്ക്, പാലക്കാടാന്ന് തോന്നുന്നു, പാലക്കാട് ജില്ലയാണ്, യാത്രക്കാർക്ക് വർഷങ്ങളായി കുളിരും തണലും സമ്മാനിച്ചിരുന്ന ചാലിശ്ശേരി കുറ്റനാട് റോഡിലെ മുത്തശ്ശി മരങ്ങൾ ഓരോന്നായി 500ഓളം മരങ്ങളാണ് റോഡ് നവീകരണത്തിൻ്റെ ഭാഗമായി ഇല്ലാതാകുന്നത്. അത് ചാലിശ്ശേരി മുതൽ കുറ്റനാട് വരെയുള്ള പാതയിൽ ഒട്ടേറെ വർഷം പഴക്കമുള്ള മഴമരങ്ങൾ, ആൽമരങ്ങൾ, പ്ലാവുകൾ, മാവുകൾ തുടങ്ങി അവയാണ് യാത്രക്കാർക്കും വിദ്യാർത്ഥികൾക്കുമെല്ലാം കച്ചവട സ്ഥാപനത്തിലെത്തുന്നവർക്കും മരങ്ങൾ വലിയ ആശ്വാസമായിരുന്നു. അവയാണ് ഇപ്പോൾ യന്ത്രങ്ങൾ വെച്ച് മുറിക്കുന്നത്. തൃത്താല മണ്ഡലത്തിലെ പ്രധാന പാതയായതിനാൽ അപ്പോൾ പാലക്കാട് തൃത്താല മണ്ഡലത്തിലെ പ്രധാന പാതയായതിനാൽ വാഹന തിരക്ക് കുറയ്ക്കുകയും സുരക്ഷ ഉറപ്പുകയും ചെയ്യുന്നതാണ് റോഡ് നവീകരണ പദ്ധതിയുടെ ലക്ഷ്യമെന്ന് അധികൃതർ വ്യക്തമാക്കുന്നു. പ്രകൃതിയെ പൂർണ്ണമായി അവഗണിച്ചുകൊണ്ടുള്ള ഒരു വികസനമാണ് അവിടെ നടക്കുന്നത്. പാതയോരങ്ങളിൽ ഇനി മരങ്ങൾ ഉണ്ടാകില്ല എന്നുള്ളത് വളരെ പ്രധാന വിഷയമാണ്. ഇതിനെതിരെ വലിയ ശക്തമായ പ്രതിഷേധവും അവിടെ വരുന്നുണ്ട്. അപ്പോൾ ഷിബു ബേബി ജോൺ മന്ത്രി അവർകളോട് പറയാനുള്ളത്, സിംഗപ്പൂരും മലേഷ്യയും പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അവസരത്തിൽ മിനിസ്റ്റർ ആയിരിക്കുമ്പോഴൊക്കെ പോകാൻ പറ്റുകയാണെങ്കിൽ, അല്ലെങ്കിൽ വിവരങ്ങൾ യൂട്യൂബിൽ നിന്നും അല്ലെങ്കിൽ ഗൂഗിളിൽ നിന്നൊക്കെ കിട്ടും. വളരെ വലിയ റോഡ് വികസനം നടക്കുന്ന സ്ഥലമാണ് സിംഗപ്പൂരും മലേഷ്യയുമൊക്കെ. പക്ഷേ വളരെ കൃത്യമായി റോഡിൻ്റെ വശങ്ങളും ഡിവൈഡറുകളും സൈഡിലുമൊക്കെ മനോഹരമായ പൂന്തോട്ടങ്ങൾ, മരങ്ങൾ കൊണ്ടുള്ള, വലിയ പൊക്കത്തിൽ പോകാത്ത മരങ്ങൾ കൊണ്ടുള്ള പൂന്തോട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. മരത്തിൻ്റെതാണ്, മരങ്ങളാണ്, ചെറിയ ചെടികളല്ല. പൂന്തോട്ടം എന്നൊക്കെ പെട്ടെന്ന് ചെടി അങ്ങനെയല്ല. അതുപോലെ തന്നെ നമ്മുടെ റെയിൽവേ ട്രാക്കുകൾക്ക് കൈവിട്ടിട്ടുള്ള റെയിൽവേ പുറംപോക്കുകൾ, അവിടെയുമൊക്കെ വലിയ തോതിൽ തിരുവനന്തപുരം നമുക്കിത് ചെയ്യാവുന്നതാണ്. സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായി എന്തുമാത്രം മരങ്ങളാണ് മുറിച്ച് നൽകിയത്. ആരുടെ ബുദ്ധിയാണ് ഈ മരങ്ങൾ മുറിച്ച് നൽകുമ്പോൾ ക്യാമ്പസിനകത്ത് നിന്ന്, തിരുവനന്തപുരത്ത് പബ്ലിക് ഓഫീസിൻ്റെ ക്യാമ്പസിനകത്ത് നിന്ന മരവും ഒരു ന്യായം പറഞ്ഞിട്ട് അവിടെ കാർ പാർക്ക് ചെയ്യുമ്പോൾ വീഴാം എന്നൊരു സാധ്യതയൊക്കെ പറഞ്ഞു. ഒരു കാര്യമില്ല, ഒരു വീഴലും ഇല്ല, മരം നല്ല ഭംഗിയായി നിന്ന മരമാണ്. പക്ഷെ അതിനെ മുറിച്ചുകൾ, അതിൻ്റെ കൊമ്പുകൾ മാത്രം മുറിക്കുന്നതിന് വരെ പൂർണ്ണമായി മുറിച്ചുകൾ. ഇതൊരു മാഫിയ തന്നെ, ഒരു ലോബി തന്നെയുണ്ട് മരങ്ങൾ മുറിക്കുന്ന. മരങ്ങൾ മുറിച്ചോട്ടെ, മരങ്ങൾ മുറിക്കുകയും വയ്ക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ തിയറി. അല്ലാതെ ഒരു മരവും മുറിക്കാതിരിക്കുക എന്ന് പറയുന്നത് അതിൻ്റെ സിദ്ധാന്തമേ അല്ല. പക്ഷെ ഒരു മരം മുറിക്കുമ്പോൾ 10 തൈ വയ്ക്കുന്ന രീതി. ഇതിനകത്ത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് സോഷ്യൽ ഫോറസ്റ്റ് വിഭാഗം ഇപ്പോൾ സജീവമല്ല. സോഷ്യൽ ഫോറസ്റ്റ് വിഭാഗത്തെ സജീവമാക്കിയാൽ അത് ഈ ആളുകൾക്ക് മരത്തൈ കൊടുത്തു കഴിഞ്ഞാൽ, വൃക്ഷത്തൈ കൊടുത്താൽ അവർ നടുന്നത് വലിയ പ്രശ്നമാണ്. 10,000 തൈ കൊടുത്താൽ 10 ചിലപ്പോൾ വളർന്നു വരും. എന്നാലും അത്രയെങ്കിലും വളരുമെന്ന് വിചാരിക്കാം. പക്ഷെ അതൊരു വലിയ ഒരു അഴിമതിയും സ്വജനപക്ഷപാതവും വലിയ പ്രശ്നങ്ങളായതുകൊണ്ടാണ് അത് നിർത്തിയത്. ഇപ്പം ചിലർക്ക് കൂടുതൽ കിട്ടും, ചിലർക്ക് കിട്ടുന്നില്ല, അങ്ങനെ വലിയ കൺഫ്യൂഷനായിരുന്നു. അതുകൊണ്ട് തിരുവനന്തപുരം നഗരത്തിൽ നേരത്തെ ഈ മിനിസ്ട്രി ഓഫ് ഫോറസ്റ്റ് ആൻഡ് എൻവയോൺമെൻറ്റിൻ്റെ സെൻട്രൽ മിനിസ്ട്രിയുടെ ഒരു പദ്ധതിയുടെ ഭാഗമായി പള്ളിപ്പുറം സ്ഥലത്ത് റോഡിൻ്റെ സൈഡിൽ ധാരാളമായി മരം വച്ച് പിടിപ്പിക്കുന്ന ഒരു പരിപാടി വനം വകുപ്പ് ഏറ്റെടുത്തിരുന്നു. ആ പരിപാടിയുടെ ഒരു കോർഡിനേഷൻ ഞാനും കൂടെയാണ് നടത്തിയിരുന്നത്. അത് ആ പ്രൊജക്റ്റിൻ്റെ ഒരു കമ്പോണൻറ്റ് ഞാനും കൂടെ ചെയ്തിരുന്നു. അപ്പോൾ വനം വകുപ്പിന് അത്തരം ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നാട്ടിലെ റോഡുകളും അതുപോലെ തന്നെ പാതയോരങ്ങളും പുഴയുടെ തീരങ്ങളും ഒക്കെ കൃത്യമായി ജനകീയ സമിതികൾ ഉണ്ടാക്കിക്കൊണ്ട്, റെസിഡൻസ് അസോസിയേഷനുകളും അതുപോലെ സാധാരണ ആളുകളെ ഉള്ള ആ കമ്മിറ്റികളും അതാത് പ്രദേശത്തെ ആളുകളെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടോ അല്ലെങ്കിൽ ചെറിയ ചെറിയ സൊസൈറ്റികൾ ഉണ്ടാക്കിക്കൊണ്ടോ വനം വകുപ്പിൽ ഒരു പുതിയ വിഭാഗം തുടങ്ങേണ്ടതാണ്. അത് ആവശ്യമാണ്. ബിനോയ് വിശ്വം മന്ത്രിയായിരുന്നപ്പോൾ ആഗോളതാപനം മരമാണ് മറുപടി എന്ന പേരിൽ വലിയൊരു ക്യാമ്പയിൻ എടുത്തിരുന്നു. കുറേയധികം കാര്യങ്ങൾ നടന്നു. അപ്പോൾ വനം വകുപ്പിൽ ഈ കുറ്റനാടിൻ്റെ ഉദാഹരണം വെച്ചുകൊണ്ടും, മലപ്പുറത്ത് ഒരു ദേശീയപാത റോഡ് പണി നടന്നപ്പോൾ ധാരാളം കിളികൾ ഇരുന്ന സമയത്താണ് ആ മരം മുറിച്ചത്. അത് കിളികളെല്ലാം കൂടി ചത്ത് വീണ വാർത്ത വലിയ വാർത്തയായി. നമ്മളും ആ വീഡിയോ ഒക്കെ ചെയ്തിരുന്നു. അവസാനം നിതിൻ ഗഡ്കരിയുടെ ശ്രദ്ധയിലൊക്കെ ഇത് കൊണ്ടുവന്നു, ഇംഗ്ലീഷിൽ വീഡിയോ ഒക്കെ ചെയ്ത്. അങ്ങനെ ദേശീയപാതയുടെ നിർമ്മാണത്തിൽ അങ്ങനെ ആ തരത്തിൽ കിളികളൊക്കെ ഇരിക്കുന്ന സമയമാണെങ്കിൽ അതിനെ പറത്ത് വിട്ടതിന് ശേഷമേ മുറിക്കാവുന്ന ചില തീരുമാനങ്ങൾ വന്നു. പക്ഷേ എന്നാലും ദേശീയപാതയുടെ ഭാഗമായും സംസ്ഥാന പാതയുടെ ഭാഗമായും
റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായും ഇങ്ങനെ ഒരു കൺസെപ്റ്റ് വന്നിട്ടില്ല. അതുകൊണ്ട് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും അതുപോലെ തന്നെ നമ്മുടെ ഷിബു ബേബി ജോൺ മന്ത്രി അവർകളും ഇതൊന്ന് ശ്രദ്ധിക്കണം. നഗരങ്ങളിൽ അല്ലെ കാടൊഴിച്ചിട്ടുള്ള നമ്മുടെ വനം എന്ന് പറയുന്ന പ്രദേശം ഒഴിച്ചിട്ടുള്ള പുറത്തുള്ള പ്രദേശങ്ങൾ, അതായത് ഇടനാട്, തീരദേശം, അതുപോലെ തീരദേശങ്ങളിൽ മനോഹരമായി നമുക്ക് സുനാമിയെ പോലുള്ള കാര്യങ്ങളെ പോലും ഒരു പരിധി വരെ പ്രതിരോധിക്കാൻ, അത് സുനാമി വരും അല്ലെങ്കിൽ അത് വേറൊരു പ്രതിഭാസം, പക്ഷെ അതിൻ്റെ ആഘാതം കുറയ്ക്കാൻ തമിഴ്നാട്ടിലെ പല തീരപ്രദേശങ്ങളിലും ചെയ്തിട്ടുള്ളത് പോലെ തീരദേശങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ തണ്ണീർത്തടങ്ങളെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനൊരു മെക്കാനിസം ഉണ്ടാവുക എന്നുള്ളതാണ് പ്രധാനം. അങ്ങനെ ഒരു മെക്കാനിസം ഉണ്ടാവുകയും അതൊരു ജനകീയമായി ചെയ്യുകയും വേണം. പീപ്പിൾ ഓറിയൻറ്റഡ് ആയിട്ടൊരു പരിപാടി ചെയ്യുകയും വേണം. അപ്പോൾ അത് ചെയ്യുകയും അതിന് കമ്മിറ്റികളൊക്കെ എടുത്ത് വളരെ ഉത്തരവാദിത്വം കൊടുക്കണം. അത് വളർന്നു വരുന്നത് വരെയുള്ള ഒരു സാമൂഹ്യ ഉത്തരവാദിത്വം കൂടി ഉറപ്പാക്കുന്ന പരിപാടിയായിരിക്കണം. അല്ല ആൾക്ക് തൈ കൊടുക്കുന്നു, അവർ വയ്ക്കുന്നു, അങ്ങനെ പോരാ. അത് വീടുകളിൽ കൊടുത്തോളൂ, അത് വേറെ പ്രോസസ്സ് നടക്കട്ടെ. പക്ഷേ ഈ പ്രോസസ്സ് എന്ന് പറയുന്നത് കുറച്ചുകൂടി ഡെവലപ്പായിട്ടുള്ള ഗ്രീൻ റോഡിൻ്റെ കൺസെപ്റ്റിലേക്ക്, ഗ്രീൻ പാത്ത് വേയുടെ കൺസെപ്റ്റിലേക്ക്, ഗ്രീൻ കോർണറിൻ്റെ കൺസെപ്റ്റിലേക്ക്, സൂക്ഷ്മവനത്തിൻ്റെ സങ്കല്പത്തിലേക്ക് കൃത്യമായ ഒരു ഗ്രീനറി പ്രോസസ്സ്, ഒരു ഗ്രീനറി പ്രോജക്റ്റ്, ഒരു ഗ്രീൻ കേരള പോലുള്ള ഹരിത കേരളം എന്ന് പറഞ്ഞ വേറെ പ്രോജക്റ്റ് ഉണ്ട്. ഞാൻ പറഞ്ഞ അങ്ങനെയല്ല, ഒരു വനം വകുപ്പിന് ചിന്തിക്കാവുന്ന ഒരു പദ്ധതിയാണ്. മനോഹരമായി ഇത് വനം വകുപ്പ് ചിന്തിക്കണം. പക്ഷെ വനം വകുപ്പിന് മാത്രമായി ഇത് ചെയ്യാൻ കഴിയില്ല. പൊതുമരാമത്ത് വകുപ്പിൻ്റെ ശക്തമായ പിന്തുണ കൂടി വേണം. പഞ്ചായത്ത് വകുപ്പിനെയും കൂടി വേണമെങ്കിൽ കൂട്ടിയോജിപ്പിക്കാം. പക്ഷേ ഷിബു ബേബി ജോൺ അവർക്ക് ഇതിലൊരു മുൻകൈ എടുക്കുക. അദ്ദേഹം സീനിയർ മന്ത്രിയാണ്. ഇപ്പോൾ രണ്ട് മറ്റ് മന്ത്രിമാരെ വെച്ച് നോക്കുമ്പോഴും അദ്ദേഹം സീനിയർ മന്ത്രിയാണ്. നേരത്തെ മന്ത്രി ആയിരുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സീനിയാരിറ്റി ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് പൊതുമരാമത്ത് മന്ത്രിയെയും അതുപോലെ തന്നെ പഞ്ചായത്ത് മന്ത്രിയെയും വേണമെങ്കിൽ വിളിച്ച് ഒരു നല്ല പാക്കേജ് ആക്കി ചെയ്യാവുന്നതാണ്. നമ്മൾ എന്തായാലും വലിയ തോതിലാണ് സംസ്ഥാനത്ത് മരങ്ങൾ ഈ ഇടനാട്ടിലും തീരപ്രദേശത്തുമൊക്കെ മുറിച്ച് വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി മുറിച്ചു മാറ്റപ്പെടുന്നത്. ഇതിന് പകരമുണ്ടാക്കിയില്ലെങ്കിൽ നമ്മൾ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെയും ദുരന്തങ്ങൾ വരുത്തുന്നതിൻ്റെയും മേഖലയിൽ വലിയ സംഭാവന നമ്മളും കൂടി ചെയ്യും. അത് വരുന്ന തലമുറയോട് ചെയ്യുന്ന വലിയൊരു ക്രൂരതയാണ്.